ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ക്ലാസ് കണ്ട് നമുക്ക് വർക്ക് ഇൻസ്റ്റയിൽ അയച്ചു എന്താണ്, അവർക്ക് സ്വന്തമായിട്ട് ഇൻസ്റ്റ പേജ് ഇല്ലാണ്ട് അനിയത്തിയുടെ ഇൻസ്റ്റയിൽ നിന്നാണ് നമുക്കിത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് സ്റ്റിച്ചാണ് അവർ ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കറക്ഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ പേജിൽ അയച്ചു തന്നാൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അടുത്ത വേരിയേഷനാണ്. റണ്ണിങ് വിത്ത് വിപ്പിഡ് സ്റ്റിച്ചാണ്. നമ്മൾ 2 സ്റ്റിച്ച് പഠിച്ചു, റണ്ണിങ് സ്റ്റിച്ചും ഡബിൾ റണ്ണിങ് സ്റ്റിച്ചും. അടുത്തത് റണ്ണിങ് വിത്ത് വിപ്പിഡ് സ്റ്റിച്ചാണ്. ഇനി അടുത്തത് നമുക്ക് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ തന്നെ വേരിയേഷനാണ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ച കാരണം ഞാൻ വീണ്ടും കാണിക്കുന്നില്ല റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടോളൂ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. മെറ്റീരിയൽ ഇൻട്രൊഡക്ഷൻ മുതലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ട് തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരുപാട് സമയം സോഷ്യൽ മീഡിയയിൽ റീൽസ് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ കളയുന്നുണ്ട്. ആ ഒരു സമയം നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ ഒരു വരുമാനമൊക്കെ കണ്ടെത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സുകൾ തന്നെ ഡിസൈൻ ചെയ്യാനോ നമുക്ക് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനോ ഒക്കെ പറ്റുന്നതാണ് കേട്ടോ. നമ്മളിവിടെ ത്രെഡൊക്കെ കോർത്ത് ലാസ്റ്റിൽ കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെ ത്രെഡ് എടുക്കാം, എത്ര ഇഴ എടുക്കണം എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ 6 ഇഴയിൽ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 3 ഇഴയിൽ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇതേ നമ്മൾ ഫസ്റ്റ് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഹോളിലൂടെ തന്നെ നിങ്ങൾ കുത്തി മുകളിലേക്ക് എടുക്കുക. അതായത് ഈ ഒരു പോയിന്റ് നമ്മളിപ്പോൾ റണ്ണിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് തന്നെ മുകളിലേക്ക് എടുക്കുക. ഇനി ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ മുകളിലേക്ക് കോർത്ത് കൊടുക്കുക. അപ്പോൾ ആ ത്രെഡ് ഇതുപോലെ അടിയിൽ വരും. ഇനി അടുത്ത റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ അടിയിൽ നിന്ന് മുകളിലേക്ക്, എല്ലാ സ്റ്റിച്ചിൻ്റെയും അടിയിൽ നിന്ന് മുകളിലേക്കാണ് നമ്മളിതുപോലെ കോർത്ത് പോകുന്നത്. കോർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ത്രെഡും, അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന റണ്ണിങ് സ്റ്റിച്ചിലെ എല്ലാ ത്രെഡും നമ്മൾ കോർക്കുമ്പോൾ സൂചിയുടെ മുകളിൽ വരണം. ഇടയിൽ ത്രെഡിൻ്റെ ഇടയിലൊന്നും കയറി പിടിക്കരുത്. അങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിത് ഇങ്ങനെ കോർക്കുന്നതിൻ്റെ ഇടയിൽ 2-3 ത്രെഡ് വിട്ടിട്ടാണ് നമ്മൾ ഇതുപോലെ കോർത്തെടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതിൻ്റെ കണ്ടോ, അപ്പോൾ ആ ത്രെഡ് അവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂചി മാറ്റിയിട്ട് ഈ ത്രെഡിനെ ഇതുപോലെ ബാക്കിലോട്ട് വലിച്ചെടുക്കാം. സൂചി അടക്കം വലിക്കരുത്. സൂചി അടക്കം വലിച്ചു കഴിഞ്ഞാൽ അവിടെ ആകെ കെട്ടുപണയും. പിന്നെ നമുക്ക് ആ ഒരു സ്റ്റിച്ച് ഒന്നും ചെയ്യാൻ പറ്റാണ്ടോ, കണ്ട് ഇതുപോലെ കെട്ടുപണഞ്ഞ് വരും. അപ്പോൾ സൂചി ഇതുപോലെ മാറ്റിയിട്ട് ത്രെഡ് മാത്രം ഇങ്ങോട്ട് ഊരിയെടുക്കുക. ഇനി നമ്മൾ വീണ്ടും സൂചി കോർത്ത് വീണ്ടും ഇത് കോർത്ത് പോവുക. അപ്പോൾ അത് ത്രെഡിലൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ സൂചിയുടെ ബാക്ക് വശം ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ കോർത്തിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ ആകുമ്പോൾ ത്രെഡൊന്നും പെടില്ല, എല്ലാ ത്രെഡും നമുക്ക് ഈ സൂചിയുടെ മുകളിലായിട്ട് കിട്ടും ചെയ്യും. ഒന്ന് പതുക്കെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അനക്കിയിട്ട് കയറ്റിയാൽ മതി. അപ്പോൾ അത് ശരിക്കും ത്രെഡ് അതിലൂടെ മുകളിലേക്ക് കോർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കപ്പ് അതിനെ തന്നെയല്ല, സൂചി കൊള്ളുമ്പോഴാണ് നമ്മൾക്ക് ഇഴയൊക്കെ ഇടയിൽ വിട്ടു പോകുന്നത്. അതില്ലാതിരിക്കാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ജസ്റ്റ് നിങ്ങളിത് ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് കോർത്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഈ ഒരു ത്രെഡ് അടിയിൽ നിന്ന് മുകളിലേക്ക് മാത്രമാണ് കോർത്ത് പോകുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത സ്റ്റിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അടുത്ത സ്റ്റിച്ച് വരുമ്പോൾ നിങ്ങൾ ഇതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യും. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പറയുന്നത്, വിപ്പിഡ് സ്റ്റിച്ചിൽ നമ്മൾ അടിയിൽ നിന്ന് മാത്രമേ മുകളിലേക്ക് കോർത്ത് പോവുള്ളൂ. ഇതും ഒരു ബേസിക് നമ്മുടെ ഔട്ട്ലൈൻ സ്റ്റിച്ചാണ്. ഈ ഒരു വിപ്പിഡ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഔട്ട്ലൈൻ തന്നെയാണ് കേട്ടോ. നമ്മൾ ഫില്ല് ചെയ്യാനായിട്ടൊന്നും എടുക്കില്ല, ഔട്ട്ലൈന് മാത്രം വേണ്ടിയിട്ട് ചെയ്യുന്ന സ്റ്റിച്ചാണ്. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ സ്റ്റിച്ചുകളെല്ലാം ചെയ്യുന്നത് ഒരു ക്ലോത്തിൽ തന്നെ ചെയ്യുക. ഇതുപോലെ ഞാൻ ചെയ്യുന്ന പോലെ 1 by 1 ആയിട്ട് ഒരു ക്ലോത്തിൽ ചെയ്യുക. നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു മോട്ടീഫ് അത് വേറൊരു ക്ലോത്തിലായിട്ട് ചെയ്യുക കേട്ടോ. പീസ് കട്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. സ്റ്റിച്ചുകൾ മാത്രം പെട്ടെന്ന് എടുത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ കുറേ ചെയ്ത് വെച്ചതൊക്കെ സൂക്ഷിച്ച് വെക്കാൻ നിൽക്കേണ്ടി വരും. സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണ്, പക്ഷേ ഇങ്ങനെ ചെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി ലാസ്റ്റിൽ നമ്മുടെ ആ ഒരു റണ്ണിങ് സ്റ്റിച്ച് ലാസ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തതിൻ്റെ അവിടെ സൂചി ഇതുപോലെ കുത്തി താഴത്തേക്ക് ഇറക്കാം. റണ്ണിങ് സ്റ്റിച്ച് എവിടെയാണോ നമ്മൾ നിർത്തിയത് അതേ ത്രെഡിൻ്റെ ഉള്ളിലൂടെ, അതായത് അതേ ഹോളിൻ്റെ ഉള്ളിലൂടെ താഴേക്ക് കുത്തി ഇറക്കാം. ഇനി നമ്മൾ സാധാരണ കെട്ടിട്ട് കൊടുക്കുന്ന പോലെ തൊട്ടടുത്ത ത്രെഡിലൂടെ ഇതുപോലെ കോർത്ത്, നമ്മളിപ്പോൾ കോർത്ത ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഒന്നും കൂടി കോർത്ത് വലിച്ചു കഴിഞ്ഞാൽ അവിടെ കെട്ട് വരും. അത് ഒരു 2 വട്ടം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഫസ്റ്റ് സ്റ്റിച്ചിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ട് വീഡിയോ എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും എല്ലാ സ്റ്റിച്ചിലും കെട്ടിടുന്നത് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്ഥിരം കാണുന്നവർക്ക് ഇതൊരു ബോറടി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. അല്ലാതെ തുടക്കമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഈ സ്റ്റിച്ച് ഇങ്ങനെ കെട്ടിടുന്നത് കാണിച്ചു തരുന്നത്. ഇനി നമ്മളിത് ത്രെഡ് കട്ട് ചെയ്തു. അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്ത് കൊടുത്തോളൂ. ഫാബ്രിക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ. ഇനി നമ്മളൊരു ഡിസൈനിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പകുതി എത്തിയപ്പോൾ നമ്മുടെ ത്രെഡ് ഇവിടെ കഴിഞ്ഞു.
അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ വെച്ചിട്ട് നിങ്ങൾ ത്രെഡ് അവസാനിപ്പിക്കണം. കുറേയും കൂടി ചെയ്യാമെന്ന് വിചാരിക്കരുത്, അപ്പോൾ നമുക്ക് കെട്ടിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു ത്രെഡ് നമ്മൾ കെട്ടിട്ട് കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം നമ്മൾ പുതിയ ത്രെഡ് വെച്ചിട്ടാണ് പിന്നെ സ്റ്റിച്ച് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നമ്മൾ കെട്ടിടുന്നതൊക്കെ സെയിം അതേ രീതിയിൽ, പക്ഷേ ത്രെഡ് കുറച്ച് ലെങ്ത്തിൽ നിർത്തിയിട്ട് വേണം. നിങ്ങൾ ത്രെഡ് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ കുറച്ചും കൂടി സ്റ്റിച്ച് ചെയ്താൽ നമുക്കവിടെ കെട്ടിടാൻ പറ്റില്ല. സൂചി ഇതുപോലെ കോർത്ത് ഇതുപോലെ കെട്ടിടാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ലെങ്ത്ത് അവിടെ കിടക്കണം. അപ്പോൾ നമ്മൾ 2 വട്ടം കെട്ടിട്ടു. ഇനി അത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് കളഞ്ഞാൽ അവിടെ ഒരു ഇത്തിരി ഫാബ്രിക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ആ കെട്ട് അഴിഞ്ഞ് പോരില്ല, ഈ നൂലിങ്ങനെ വിട്ട് പോരില്ല കേട്ടോ. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ച് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ തുടങ്ങണം. അപ്പോൾ അത് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കാണിച്ചത്. ജസ്റ്റ് അവിടെ നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തുടർന്ന് പോവുക. ഇനി റണ്ണിങ് സ്റ്റിച്ച് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു കിളിയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കൊക്കും കണ്ണുണ്ട്. അത് നമുക്ക് വേറെ സ്റ്റിച്ചുകൾ വെച്ച് ചെയ്യാൻ നല്ല ഭംഗിയിൽ. പക്ഷേ ആ ഒരു സ്റ്റിച്ചൊന്നും നിങ്ങൾ പഠിക്കാത്ത കാരണം ഞാനിവിടെ നിങ്ങൾക്ക് റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് കാണിക്കുന്നത്. 2 റണ്ണിങ് സ്റ്റിച്ച് തൊട്ടടുത്തായിട്ട് ചെയ്യുക, ഗ്യാപ്പ് ഇടാണ്ട് നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു കൊക്കും കണ്ണിൻ്റെയും ഭാഗം കേട്ടോ. അതൊക്കെ നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചുകളുണ്ട്. അത് നമ്മൾ വഴിയെ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ നമ്മളിത് ഇതുപോലെ 2 സ്റ്റിച്ച് ഒന്ന് കൊടുക്കുക. അതുപോലെ തന്നെ കണ്ണിൻ്റെ അവിടെയും ആ ഒരു കളറിൽ സ്റ്റിച്ച് കൊടുക്കുക. നമുക്ക് കണ്ണിനൊക്കെ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി. അത് നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഇപ്പം നമ്മൾ വെറുതെ ഒരു സ്റ്റിച്ചിങ്ങിന് ഇട്ട് കൊടുത്തിരിക്കുകയാണ് കണ്ണൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അതേ ത്രെഡിലാണ് വിപ്പിഡ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു സ്ഥലത്തെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ തുടക്കത്തിൽ നിന്ന് നമ്മൾ കുത്തി മുകളിലേക്ക് കോർത്തെടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ താഴേന്ന് അതേ ത്രെഡിൻ്റെ താഴേന്ന് മുകളിലേക്ക് സൂചി കോർത്ത് പോവുക. അപ്പോൾ ഇങ്ങനെ മോട്ടിഫിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ സൂചിയുടെ തുമ്പ് കൊണ്ട് കോർക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ത്രെഡുമൊക്കെ ടച്ച് ചെയ്തിട്ട് അത് വിട്ടു പോരാനും നൂലൊക്കെ നീങ്ങിപ്പോവാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ബാക്കിലോട്ട് കുത്തി പോകുന്ന സമയത്ത് ഫ്രണ്ടിലെ ത്രെഡുമ ടച്ച് ചെയ്താലും ആ ത്രെഡിനൊരു ഡാമേജോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തതിലോ ഒരു വ്യത്യാസം വരില്ല. കാരണം സോഫ്റ്റായ സ്ഥലമാണല്ലോ സൂചിയുടെ ബാക്ക് വശം, നമ്മുടെ ഫ്രണ്ട് വശം പോലെ കൂർത്തിരിക്കുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഡിസൈനിൽ ചെയ്യുന്ന സമയത്തും ഇതാണ് നല്ലൊരു മെത്തേഡ് കേട്ടോ. പിന്നെ ത്രെഡ് കെട്ടുപിണയാതെ ശ്രദ്ധിക്കണം. നമ്മൾ കോർത്തെടുക്കുമ്പോൾ കെട്ടുപിണഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫുള്ള് നമ്മൾ അഴിച്ച് മാറ്റേണ്ടിയൊക്കെ വരും. അപ്പോൾ അതിനൊരു പെർഫെക്ഷൻ കുറവ് വരും. അപ്പോൾ അതുകൊണ്ട് ത്രെഡ് കെട്ടുപിണയാണ്ട് തന്നെ ശ്രദ്ധിച്ച് നിങ്ങൾ കോർത്തെടുക്കുക. ഇത് ഫുള്ളായിട്ട് നമുക്ക് മോട്ടിഫ് ചെയ്തെടുക്കണം. ഇതുപോലെ കോർണറൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ അത് ശ്രദ്ധിച്ച് ചെയ്ത് പോവുക. ഏത് സ്റ്റിച്ചാണോ പിന്നെ അതിലേക്ക് കൊടുക്കുന്നത്, അപ്പോൾ അത് വരുമ്പോൾ എങ്ങനെ വരും എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഈ കോർണറൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ കോർണറുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻറ്റുകൾ വരുമല്ലോ, ആ ജോയിൻറ്റുകളിലൊക്കെ നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് എങ്ങനെയാണ് അടുത്ത സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ 2 സ്ഥലത്തുനിന്ന് ജോയിൻ്റ് ആയെടുത്ത് നമ്മൾ ക്ലോസ് ചെയ്ത് ഇനി അപ്പുറത്തേക്ക് എങ്ങനെ തുടങ്ങും എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഈ വീഡിയോയിൽ തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇടയിൽ നമ്മൾ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മിസ്സാവരുത്. ഇപ്പോൾ നമ്മളിത് ഈ ഒരു ചിറക് ഫുള്ളായിട്ട് ചെയ്തു. ഇനി അടുത്ത ചിറക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ അവിടെ ഇതിനെ ഫിനിഷ് ചെയ്യുക. നമ്മുടെ വിപ്പിഡ് സ്റ്റിച്ച് ഫിനിഷ് ചെയ്തു. ഇനി നമ്മളിതാ അടുത്ത റണ്ണിങ്ങിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഈ ഒരു കഴുത്തിൻ്റെ പോർഷനിൽ ഉള്ള റണ്ണിങ് സ്റ്റിച്ചിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ആ ഒരു കഴുത്ത് ഭാഗം ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അല്ലെങ്കിൽ കുറച്ച് ഭാഗം അവിടെ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് കിടക്കേണ്ടി വരും. പിന്നെ നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ ത്രെഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കുറച്ച് ഏരിയ മാത്രം നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ട. അടുത്ത ചിറക് നമുക്ക് തൊട്ട് ബാക്കിൽ തന്നെയാണല്ലേ, തൊട്ടടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കഴുത്തിൻ്റെ പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലേക്കുള്ള ചിറകിൻ്റെ ഭാഗത്തു നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഡിസൈനുകളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്കൊരു കാൽക്കുലേഷൻസ് വേണം കേട്ടോ. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ ചെയ്താൽ എവിടെ അവസാനിപ്പിച്ച ഭംഗി ഉണ്ടാവും, പിന്നെ രണ്ടാമത് നമ്മൾ എവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യും, അപ്പോൾ അതിനൊരു ഭംഗികേട് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഡിസൈനുകൾ എങ്ങനെ നിങ്ങൾക്ക് ഭംഗിയിൽ ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റിച്ചുകൾ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. നമ്മൾ ആ ഒരു സ്റ്റിച്ച് അവിടെ നിർത്തിയിട്ട് നമ്മളിനി മുകളിലേക്ക് എടുക്കണം. അപ്പോൾ അവിടെ മുകളിൽ ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ചിൽ നിന്ന് നമ്മൾ കോർത്ത് മുകളിലേക്ക് എടുത്ത് ഇനി അടിയിൽ നിന്ന് ഇതുപോലെ കോർത്ത് പോകണം. അപ്പോൾ അതിനൊരു ഫിനിഷിങ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ നിർത്തി അവിടെ നിന്ന് തുടങ്ങി അങ്ങനെയൊക്കെ ആകുമ്പോൾ ഗ്യാപ്പുകൾ വരും, ഫിനിഷിങ് ഇല്ലാതിരിക്കും. അപ്പോൾ അത് ഇതുപോലെ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ വിപ്പിഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ വേരിയേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി വെക്കുക, മാറി പോകരുത് സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഫിനിഷ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ നിങ്ങളും ഡിസൈനുകൾ ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിലേക്ക് അയച്ചു തന്നോളൂ. ഡ്രീമി ഡിസൈൻസ് ബൈ അഞ്ജു എന്ന് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാ പേജ്. അപ്പോൾ അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് മെസ്സേജായിട്ട് അയക്കുക, ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ നിങ്ങൾ അയച്ചു തരുന്ന ഫോട്ടോസും കൂടി ഞാൻ ആഡ് ചെയ്യാം. നമുക്ക് ഒരുപാട് സന്തോഷമാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ. അപ്പോൾ ഇതേ നമ്മൾ ബാക്കൊക്കെ കെട്ടിട്ടെടുത്തു, ത്രെഡ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇത് പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യുന്നത് കാണിക്കാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റിച്ചുമായിട്ട് കാണാം.